നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വോട്ടെടുപ്പിന് ശേഷം കണക്കുകൂട്ടലിൽ മുന്നണികൾ. തുടർഭരണ പ്രതീക്ഷയിൽ LDF. 100 സീറ്റ് കിട്ടുമെന്ന വിലയിരുത്തലിൽ UDF. 3 സീറ്റിലെങ്കിലും വിജയം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ NDA. തെരഞ്ഞെടുപ്പ് ദിവസം ഹരിതകർമ്മ സേനാംഗങ്ങളെ പോലീസ് വിരട്ടി ഓടിച്ചതായി പരാതി. താമരക്കുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനൊരുങ്ങി ഹരിതകർമ്മ സേനാംഗങ്ങൾ. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. ആശങ്കയിൽ പ്രദേശവാസികൾ. അഞ്ചൽ ഫോറസ്റ്റ് പരിധിയിലാണ് കാട്ടുപോത്തിറങ്ങിയത്. വിശദമായ വാർത്തകളിലേക്ക്. വോട്ടെടുപ്പിന് ശേഷം കണക്കുകൂട്ടലിൽ മുന്നണികൾ. 1987 ശേഷം ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നതോടെ മുന്നണികളുടെയും ചങ്കിടിപ്പേറി. തുടർഭരണ പ്രതീക്ഷയിലാണ് LDF. UDF തരംഗമുണ്ടായാൽ 100 സീറ്റ് കിട്ടുമെന്നാണ് UDF ക്യാമ്പുകളുടെ വിലയിരുത്തൽ. 3 സീറ്റിലെങ്കിലും വിജയം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NDA. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി വിധിയറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. മെയ് 4-നാണ് വോട്ടെണ്ണൽ. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് മുന്നണികളുടെ ചങ്കിടിപ്പേറ്റുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 78.27% സംസ്ഥാനത്തെ പോളിംഗ്. കോഴിക്കോടും പാലക്കാടുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. 1987 ശേഷമുള്ള ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണത്തേത്. LDF ഭരണ തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ 80 സീറ്റിലധികം ഉറപ്പാണെന്നാണ് UDF ക്യാമ്പ് വ്യക്തമാക്കുന്നത്. ഭരണവിരുദ്ധ തരംഗമാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെങ്കിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്നും UDF വിലയിരുത്തുന്നു. തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാകുന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ കഴിഞ്ഞ തവണത്തെ നേട്ടം ഇത്തവണയും ആവർത്തിക്കുമെന്നാണ് LDF കരുതുന്നത്. ചുരുങ്ങിയത് 3 സീറ്റിലെങ്കിലും ജയിക്കാനാകുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. കടുത്ത മത്സരം നടന്ന മലബാറിലെ പല മണ്ഡലങ്ങളിലും ഇക്കുറി കനത്ത പോളിംഗാണ് നടന്നത്. വടക്കുള്ള പല ജില്ലകളിലെയും പോളിംഗ് സംസ്ഥാന ശരാശരിക്ക് മുകളിലാണ്. SIR-ന് ശേഷമുള്ള ആദ്യ ബലപരീക്ഷണം മലബാറിൽ ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലും കണക്കുകൂട്ടലിലുമാണ് മുന്നണികൾ. ആലപ്പുഴ ജില്ലയിലും കനത്ത പോളിംഗ് ആയിരുന്നു രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ചേർത്തലയിലാണ്. ഏറ്റവും കുറവ് മാവേലിക്കരയിലും. കൊല്ലം ജില്ലയിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പുനലൂരിലാണ്. എന്തായാലും മുന്നണികൾ കണക്കുകൂട്ടലുകൾ തുടരുകയാണ്. ഈ കണക്കുകൂട്ടലുകൾ മെയ് 4-ന് ഫലം വരുന്നതുവരെ തുടരും. ന്യൂസ് ഡെസ്ക്. തെരഞ്ഞെടുപ്പ് ദിവസം ഹരിതകർമ്മ സേനാംഗങ്ങളെ പോലീസ് വിരട്ടിയോട്ടിച്ചതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് താമരക്കുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്രതിഷേധിച്ചു. സംഭവത്തിൽ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്ന് ഇവർ പറഞ്ഞു. താമരക്കുളം കണ്ണനാകുഴി ഗവൺമെന്റ് LP സ്കൂളിൽ ഉൾപ്പെടെ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ഹരിതകർമ്മ സേനാ പ്രവർത്തകരെയാണ് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പോലീസ് വിരട്ടിയോടിച്ചത്. താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ 26ഓളം പേരെയാണ് കണ്ണനാകുഴി വാർഡിലെ 3 ബൂത്തുകളിലായി നിയോഗിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മുതൽ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ജോലികളിൽ വ്യാപൃതരായിരുന്നു. തങ്ങളെ ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചെന്ന് ഇവർ പറഞ്ഞപ്പോഴും അത് കേൾക്കാൻ പോലീസ് തയ്യാറായില്ലെന്നാണ് ഇവരുടെ പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ താമരക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പോലീസ് നീതി പാലിക്കുക. ഹരിതകർമ്മ സേനയ്ക്ക് നീതി ലഭിക്കുക. പോലീസിന്റെ നടപടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു. അംഗങ്ങളായ താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ 34 പേരെയും വിവിധ വാർഡുകളിൽ നിന്ന് അതാത് വാർഡുകളിലായത് വിവിധ വാർഡുകളിൽ ബൂത്തുകളിലേക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്തത് ഇലക്ഷൻ കമ്മീഷന്റെയും കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഞങ്ങൾ വിവിധ ബൂത്തുകളിൽ തലേദിവസം മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ ബാലറ്റ് പേപ്പർ കൊണ്ടുപോകുന്നവരെ ഞങ്ങളവിടെ ഡ്യൂട്ടിക്ക് ഇട്ടിരിക്കുമായിരുന്നു. ഞങ്ങൾക്ക് സർക്കുലറും ഉണ്ട്, ഞങ്ങൾക്ക് ഇതുണ്ട്, കത്തും ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞങ്ങൾ അവിടെ ചെന്നു. രാവിലെ തലേദിവസം ചെന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ 8 മണിക്ക് അതാത് ബൂത്തുകളിൽ ചെന്നു. എല്ലാവരെയും കണ്ട് ഞങ്ങൾ അവിടെ മാറി
പ്ലാസ്റ്റിക് എല്ലാം എടുത്ത് മാറ്റി വെച്ച് ഞങ്ങൾ മാറി ഒരിടത്ത് ഇരിക്കുമായിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് പോലീസുകാർ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ഇട്ടിട്ടില്ല, നിങ്ങൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ ആക്ഷേപിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ബൂത്തുകളിൽ നിന്ന് ഇറങ്ങി വിട്ടു. ഞങ്ങളുടെ കൂടെ നിന്ന മറ്റ് സഹപ്രവർത്തകർക്കും അതാത് ബൂത്തുകളിൽ നിന്ന് ആക്ഷേപമല്ല, അതായത് കൂടെ വോട്ടർമാരുടെ മുന്നേ വെച്ച് അവർക്ക് ആക്ഷേപമായിട്ടാണ് കേട്ടത്. നാളെ സമയം നമ്മൾ എല്ലാ വാർഡുകളിലും പോയി അവരുടെ മുന്നേ കൈനീട്ടും എല്ലാം ചെയ്യുന്നതാ. പക്ഷെ ഈ പ്രാവശ്യം അവരുടെ മുന്നേ പോയി നമ്മളെ ഒരു വേണ്ടാന്നുള്ള രീതിക്കാ പോലീസുകാർ ഞങ്ങൾ ആക്ഷേപിച്ചു. അതിനെതിരെ നടപടിയെടുത്ത് പോലീസുകാർക്കെതിരെ എടുക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഞങ്ങൾക്ക് ഉള്ളൂ എന്ന് പറഞ്ഞു. ഹരിതകർമ്മ സേന ഇനി ഇതിൽ ആക്ഷേപിക്കില്ല. ഇത് 1, 2, 3, 4 വട്ടമായി. ഇനി ഇത് നിർത്തലാക്കാൻ വേണ്ടുന്ന നടപടി എടുക്കുക. അതുപോലെ ഞങ്ങളോട് പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങളത് കേട്ടേനെ. ഇതെല്ലാം ഇറങ്ങിപ്പോ നിന്റെയൊക്കെ ആരാ ഡ്യൂട്ടിക്ക് ഇട്ടിരുന്നത്? പിന്നെ അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങണം. ഞങ്ങൾക്ക് ഒരു സെക്കൻഡ് പോലും സമയം, ഞങ്ങളുടെ ബാഗ് എടുക്കാൻ പോലും സമയം തരാതെ ഞങ്ങളുടെ നേരെ ചാടിയാ വന്നത്. അന്ന് വോട്ടർമാർ മൊത്തം കൂടി. എന്നിട്ട് ഒരാൾ വന്നേച്ച് പറഞ്ഞ് അവരെ എന്തോ കാര്യത്തിന് ഇറക്കി വിടുന്നത് നിങ്ങളെന്നും പറഞ്ഞ അദ്ദേഹത്തോട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി ആ മനുഷ്യൻ. വീഡിയോ ഈ 3 പേരുടെ ഞങ്ങൾ 4 പേരാണ് നിന്നത്. അത് ഒരുത്തി രാവിലെ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളാരും കൂടി ഇരിക്കണ്ട, പ്രശ്നം ഉണ്ടാവെന്ന് പറഞ്ഞ സുജാത എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരാളാ. അപ്പൊ ആ പുള്ളി ഇനി പോകുന്ന 9 മണിയായപ്പോ പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കുക, ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ഈ 10-10:30 നമ്മളോട് ഇതുപോലെ വന്ന് മര്യാദയില്ലാതെ അദ്ദേഹം സംസാരിച്ച് ഞങ്ങൾക്കത് പീഡനം പോലെ ആയിപ്പോയി. ഭയങ്കര പ്രശ്നമായിരുന്നത്. ഇവിടെ ഞങ്ങൾ പോയ 3 പേരും കരഞ്ഞോണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. വിഷുവിന് 4 ദിവസം മാത്രം ശേഷിക്കെ കൃഷ്ണ വിഗ്രഹങ്ങൾ വാങ്ങാൻ തിരക്കേറുന്നു. വഴിയോരങ്ങളിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിലും വൈറ്റ് സിമെന്റിലും നിർമ്മിച്ച കൃഷ്ണ വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായുണ്ട്. രാജസ്ഥാനിൽ നിന്നുള്ള സംഘങ്ങളാണ് കൃഷ്ണ വിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ളത്. 350 മുതൽ 1500 രൂപ വരെയാണ് വില. വിഷുവിന് കണിയൊരുക്കണമെങ്കിൽ കൃഷ്ണവിഗ്രഹവും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ വിഷുവിന് കൃഷ്ണവിഗ്രഹങ്ങൾ തേടി പലപ്പോഴും പലരും പരക്കം പായാറുണ്ട്. നമ്മുടെ തെരുവോരങ്ങളിൽ ഇപ്പോൾ കൃഷ്ണവിഗ്രഹങ്ങളുടെ വിൽപ്പനക്കാലമാണ്. പല നിറങ്ങളിലും പല വലിപ്പത്തിലുമുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ തെരുവോരങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള സംഘങ്ങളാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിലും വൈറ്റ് സിമെന്റിലും നിർമ്മിച്ച കൃഷ്ണവിഗ്രഹങ്ങൾ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുള്ളത്. 350 മുതൽ 1500 രൂപ വരെയാണ് ഇവയുടെ വില. ഏതെങ്കിലും ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിച്ച ശേഷം ഇവ ഉണക്കിയെടുത്ത് ചായം പൂശി തെരുവോരങ്ങളിലേക്ക് വിൽപ്പനയ്ക്ക് എത്തിക്കുകയാണ് പതിവ്. കഴിഞ്ഞ 20 വർഷങ്ങളായി ഇത്തരത്തിൽ രാജസ്ഥാനിൽ നിന്നും എത്തി കേരളത്തിന്റെ തെരുവോരങ്ങളിൽ കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കുന്നയാളാണ് രാജസ്ഥാൻ സ്വദേശിയായ ഭരത് കുമാർ. വിഷു അടുക്കുന്ന ദിവസങ്ങളിൽ വിൽപ്പന ഏറെ വർദ്ധിക്കുമെന്ന് ഇയാൾ പറയുന്നു. इधर धूप में बैठा रहना पड़ता है, बारिश में बैठा रहना पड़ता है, खाना अच्छा नहीं मिलता है, थोड़ा बहुत धंधा नहीं होता है, क्या नहीं होते हैं। अभी विशु का टाइम है, 14 तारीख विशु है, अभी थोड़ा डिस्काउंट रेट में पड़ेगा, इधर करना पड़ेगा, कोई का पास आना एडजस्ट करके देगा. കൊല്ലം, എറണാകുളം, തൃശൂർ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഈ സംഘങ്ങൾ കൂടുതലായും കൃഷ്ണവിഗ്രഹങ്ങൾ വിൽക്കുന്നത്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി, ചവറ, ശാസ്താംകോട്ട, കൊട്ടാരക്കര, കുണ്ടറ തുടങ്ങി വിവിധ സ്ഥലങ്ങളിലും വിൽപ്പന കേന്ദ്രങ്ങളുണ്ട്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വിവാഹശേഷം വോട്ട് ചെയ്യാനെത്തി വധു. ഇരവിപുരം വാളത്തുങ്കൽ സ്വദേശി ഫാത്തിമയാണ് വിവാഹശേഷം വരനൊപ്പം വിവാഹവേഷത്തിൽ തന്നെ വോട്ട് ചെയ്യാനായി എത്തിയത്. ആക്കോലിൽ കമ്മ്യൂണിറ്റി ഹാളിലെ 135 നമ്പർ ബൂത്തിലായിരുന്നു ഫാത്തിമയുടെ വോട്ട്. ഇരവിപുരം കാവൽപുര മണിയൻപറമ്പിൽ സെയ്താലിയും വാളത്തുങ്കൽ ആക്കോലിച്ചേരി ഫാത്തിമ മൻസിലിൽ ഫാത്തിമയുടെയും വിവാഹം വോട്ടെടുപ്പ് ദിവസമായിരുന്നു. വിവാഹം കഴിഞ്ഞ് വരനോട് വധു ആവശ്യപ്പെട്ടത് വോട്ട് പാഴാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്നുമായിരുന്നു. നവവധുവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പിന്നെ ഒട്ടും സെയ്തലി അമാന്തിച്ചില്ല. പ്രിയതമയെയും കൂട്ടി നേരെ എത്തിയത് ആക്കോലിൽ പോളിംഗ് ബൂത്തിലേക്കാണ്. വിവാഹവേഷത്തിൽ തന്നെ ആക്കോലിൽ 135 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. വോട്ട് പാഴാക്കി കളയാനുള്ളതല്ല എന്നാണ് ഫാത്തിമ പറയുന്നത്. എന്റെ പേര് ചെയ്തിലി, ഇവളുടെ പേര് ഫാത്തിമ. ഫാത്തിമക്കാണ് വോട്ട്. കല്യാണം കഴിഞ്ഞ് നേരെ വന്നതാ. ഇനി പോയിട്ട് വേണം അടുത്ത പരിപാടി. സന്തോഷം.
വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ദമ്പതികൾ വിവാഹത്തിന്റെ ബാക്കി ആഘോഷ പരിപാടികൾ നടക്കുന്ന വേദിയിലേക്ക് യാത്രയായി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങിയതോടെ ആശങ്കയിൽ പ്രദേശവാസികൾ. അഞ്ചൽ ഫോറസ്റ്റ് പരിധിയിലാണ് കാട്ടുപോത്തിറങ്ങിയത്. ഡ്രോൺ ഉപയോഗിച്ച് കാട്ടുപോത്തിനെ കണ്ടെത്തി വനത്തിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. അഞ്ചൽ, അലയമൺ, ഇട്ടിവ, ഏരൂർ പഞ്ചായത്ത് മേഖലകളിലാണ് കാട്ടുപോത്തിന്റെ സാന്നിധ്യം നിലവിലുള്ളത്. ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയ കാട്ടുപോത്തിനെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്തി തിരികെ വനത്തിലേക്ക് അയക്കാനുള്ള ശ്രമം വനപാലകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം അഞ്ചൽ ആനക്കുളം സ്വദേശികളായ ദമ്പതികൾ യാത്ര ചെയ്ത ബൈക്കിന് കുറുകെ ചാടിയ കാട്ടുപോത്തിന്റെ അക്രമത്തിൽ ദമ്പതികൾക്ക് പരിക്കേറ്റിരുന്നു. ഇതോടെ നാട്ടുകാർ പ്രതിഷേധം കടുപ്പിച്ചതോടെയാണ് വനപാലകർ കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചത്. അഞ്ചൽ റേഞ്ച് ഓഫീസ് പരിധിയിലെ വിവിധ സെക്ഷൻ ഓഫീസിലെ വനപാലകരുടെയും അഞ്ചൽ റേഞ്ച് ഓഫീസർ ദിവ്യയുടെയും നേതൃത്വത്തിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തുകളെ വനത്തിലേക്ക് പായിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. കോട്ടയ്ക്കൽ ഗവൺമെന്റ് അഗ്രികൾച്ചറൽ ഫാമിലിറങ്ങിയ കാട്ടുപോത്ത് കൂട്ടത്തെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ജനവാസ മേഖലയിൽ നിന്നും കാട്ടുപോത്ത് കൂട്ടത്തെ വനമേഖലയിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ 100 പേരടങ്ങുന്ന ദൗത്യസംഘത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. UDF 100-ൽ കുറയാത്ത സീറ്റുകളിൽ വിജയിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP. RSP പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തും. 5-ൽ 4-ഇടത്തും RSP വിജയിക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പോടെ പിണറായി സത്തിന് അന്ത്യം കുറിക്കുമെന്നും NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. ഇത്രയേറെ ഭരണവിരുദ്ധ വികാരമുണ്ടായ തെരഞ്ഞെടുപ്പ് മുൻപുണ്ടായിട്ടില്ല. ഇടതുമനസ്സുള്ളവരും CPIM പ്രവർത്തകരും അനുഭാവികളും UDFന് വോട്ട് ചെയ്യും. UDFന്റെ പരമ്പരാഗത വോട്ടിനൊപ്പം ഇടതു വോട്ടുകളിൽ ലഭിക്കും. RSP പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തും. അഞ്ചൽ 4-ഇടത്തും RSP ജയിക്കും. ഈ തെരഞ്ഞെടുപ്പോടെ പിണറായി സത്തിന് അന്ത്യം കുറിക്കുമെന്നും NK പ്രേമചന്ദ്രൻ MP കൊല്ലത്ത് പറഞ്ഞു. പാർട്ടിയെ വിരൽത്തുമ്പിൽ കൊണ്ടുനടന്ന ഏകാധിപത്യത്തെ ജനം വെറുത്തു. സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പോഴുള്ളത്. കൊല്ലത്ത് 7-ൽ കുറയാത്ത സീറ്റുകൾ UDF നേടുമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF വിജയിക്കുമെന്ന് M മുകേഷ്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനവിരുദ്ധ സർക്കാരിനെതിരായ ജനരോഷം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയും പ്രതികരിച്ചു. സംസ്ഥാനത്ത് LDF ഭരണം തുടരുമെന്ന് കൊല്ലം MLA M മുകേഷ് പറഞ്ഞു. കൊല്ലത്ത് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF വിജയം നേടുമെന്നും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കൊല്ലത്ത് ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമ്മുടെ മണ്ഡലത്തെ പറ്റി ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ വളരെ വ്യക്തമായി എഴുതിയിരുന്നു. എന്നാലും ചില ആൾക്കാർക്ക് സംശയമുണ്ട്. അപ്പൊ സംശയമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ്. അത് നിങ്ങൾ കട്ട് ചെയ്ത് കളയുമെന്ന് എനിക്കറിയാം. കാര്യം കൊല്ലം മണ്ഡലത്തിൽ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ കോർപ്പറേഷൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പല സ്ഥലങ്ങളിലും ഇല്ല. അത് ജനങ്ങളിൽ എന്നിലുള്ള ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ LDF ഗവൺമെന്റിലുള്ള ഒരു വിശ്വാസമാണ്. 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അത്ര വികസനം നൽകിയെന്നുള്ളതും അത്രമാത്രം സന്തോഷകരമായി സേഫായിട്ട് അവർ ജീവിച്ചു എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവായിട്ട് ഞാൻ കാണുന്നു. ഏറ്റവും സന്തോഷകരമായ സുഖ സൗകര്യങ്ങളോടുകൂടിയ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഒറ്റ തീരുമാനം എടുത്താൽ മതി. അത് എല്ലാവരും എടുത്തു കാണും, ഞാനും എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാര്യം ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ തുടർഭരണം വേണം. ഇതേസമയം ജനവിരുദ്ധ സർക്കാരിനെതിരായ ജനരോഷമായിരിക്കും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയെന്ന് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അവർ. അക്രമ രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്തു കൂടിയായിരിക്കും തെരഞ്ഞെടുപ്പെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു. അതെ, ശുഭപ്രതീക്ഷയോടെ ഒരു വലിയ മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിന് നാന്ദി കുറിക്കാനുള്ള ആദ്യ സമ്മതിദാനാവകാശം ഞങ്ങളുടെ വീട്ടിലെ ആദ്യ സമ്മതിദാനാവകാശം വിനിയോഗപ്പെടുത്തി. തീർച്ചയായും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ ജനരോഷം കേരളത്തിലെമ്പാടുമുണ്ട്. അത് കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ദൃശ്യമാണ്. അക്രമ രാഷ്ട്രീയത്തിനെതിരായുള്ള വിധിയെഴുത്ത് ആകും ഈ തെരഞ്ഞെടുപ്പ്. ഈ കൊല്ലത്തെ വോട്ടർമാർ കൊല്ലത്തിൻ്റെ വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യും. തീർച്ചയായും UDF വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പങ്കുവയ്ക്കുവാനാണ്. ഇക്കൊല്ലം മാറുമെന്ന് തന്നെയാണ്. ഇക്കൊല്ലം മാറും, ഈ കൊല്ലവും മാറും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വരയൻ പുലികൾ ചിത്ര പ്രദർശനം ശ്രദ്ധ നേടുന്നു. ആശ്രമം 8 പോയിന്റ് ആർട്ട് കഫേയിലാണ് ആർട്ടിസ്റ്റ് അബിയുടെ ശിഷ്യരായ വിദ്യാർത്ഥികൾ ചേർന്ന് ചിത്ര പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. പ്രദർശനം 11-ന് സമാപിക്കും. 4ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനമാണ്
വരയൻ പുലികൾ എന്ന പേരിൽ ആശ്രാമം 8 പോയിന്റ് ആർട്ട് കഫേയിൽ നടന്നു വരുന്നത്. ആർട്ടിസ്റ്റ് അബിയുടെ ശിഷ്യന്മാരുടേതാണ് ചിത്രപ്രദർശനം. കൊല്ലം ജില്ലയിലെ 50ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നിർവഹിച്ചു. നല്ലൊരു ശുഭദിനം ചെയ്യുകയാണ്. വരയൻ പുലികൾ എന്ന പേരിൽ ഒരു ആർട്ട് എക്സിബിഷൻ പ്രോഗ്രാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ വെക്കേഷൻ ദിനങ്ങളിൽ ഇവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ്. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ എക്സിബിഷൻ പെയിന്റിംഗ് പ്രദർശനം, ചിത്രപ്രദർശനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയുന്ന പോലെ പുതിയ തലമുറയിലെ കുട്ടികൾ സാധാരണ നിലയിൽ മറ്റ് മൊബൈലിനൊക്കെ അടിപ്പെട്ട് അവരുടെ ഭാവന സമ്പന്നമായിട്ടുള്ള അവരുടെ സർഗശേഷി മറ്റൊരു രീതിയിൽ വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം. ഏറ്റവും സന്തോഷം നൽകുന്ന, മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കലാസൃഷ്ടികൾ കാണാനും. ഷിബു റാവുത്തർ അധ്യക്ഷത വഹിച്ചു. ലൈഫ് കോച്ച് സുജ ആർ മോഹൻ, വി കിഡ്സ് ഗ്ലോബൽ സ്കൂൾ ഡയറക്ടർ വീണ GS, ആർട്ട് ഓഫ് ലിവിംഗ് ഡിസ്ട്രിക്ട് പ്രസിഡന്റ് പ്രദീപ് G, റൈസിംഗ് കൊട്ടിയം പ്രസിഡന്റ് അലോഷ്യസ് റൊസാരിയോ, അസീറിയം, രാജേഷ് ആധാരം തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരിലെ കലാപ്രതിഭയെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള വിപുലമായ ചിത്രരചനാ പ്രദർശനമാണ് വരയൻ പുലികൾ എന്ന പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുള്ള ചിത്രപ്രദർശനം 11-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമല യുവതീ പ്രവേശ വിഷയത്തിലെ കേന്ദ്ര സർക്കാർ വാദത്തിൽ ചവറ കൊറ്റൻകുളങ്ങര ക്ഷേത്രവും പരാമർശ വിഷയം. ബ്യൂട്ടി പാർലറിൽ പോയും സ്ത്രീകളുടെ സഹായത്തോടെയും സ്ത്രീവേഷം കെട്ടി പുരുഷന്മാർ പോകുന്ന അമ്പലം കേരളത്തിൽ ഉണ്ടെന്നാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയത്. ശബരിമല വിഷയത്തിൽ സ്ത്രീ കേന്ദ്രീകൃതമാണോ പുരുഷ കേന്ദ്രീകൃതമാണോ എന്നതല്ല വിഷയമെന്നും മറിച്ച് ക്ഷേത്രങ്ങൾ പിന്തുടരുന്ന വിശ്വാസവും ആചാരവുമാണ് വിഷയമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ബ്യൂട്ടി പാർലറിൽ പോയും വീട്ടിലെ സ്ത്രീകളുടെ സഹായത്തോടെയും സ്ത്രീവേഷം കെട്ടി പുരുഷന്മാർ പോകുന്ന അമ്പലം കേരളത്തിലുണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ശബരിമലയിലെ യുവതീ പ്രവേശ വിധിയിലെ പുനഃപരിശോധനാ ഹർജികളിലെ നിയമപ്രശ്നം പരിഗണിക്കുന്ന ബെഞ്ചിലാണ് വാദം. പുരുഷ കേന്ദ്രീകൃതമാണോ സ്ത്രീ കേന്ദ്രീകൃതമാണോ എന്നതല്ല വിഷയം, മറിച്ച് ക്ഷേത്രങ്ങൾ പിന്തുടരുന്ന വിശ്വാസവും ആചാരവുമാണ് വിഷയമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ വാദം തുടങ്ങിയ ഉടനാണ് തുഷാർ മേത്ത ഇക്കാര്യം പറഞ്ഞത്. ഈ രീതിയിൽ പുരുഷന്മാർക്ക് നിയന്ത്രണങ്ങളുള്ള ക്ഷേത്രങ്ങളെക്കുറിച്ച് രേഖാമൂലം താൻ നൽകിയ വാദങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തുഷാർ മേത്ത 9-അംഗ ഭരണഘടനാ ബെഞ്ചിനെ അറിയിച്ചു. ദേവതകളെ ആരാധിക്കുക മാത്രമല്ല, പുരുഷന്മാർ അവരുടെ കാൽ തൊട്ട് വന്ദിക്കുന്ന ലോകത്തിലെ ഏകമതം ഹിന്ദുമതമാണ്. ജെൻഡർ അടിസ്ഥാനമാക്കിയുള്ള ക്ഷേത്രപ്രവേശനം ലിംഗവിവേചനമല്ല, മറിച്ച് മതപരമായ ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ്. അത് കോടതികളുടെ പരിശോധനയ്ക്ക് അതീതമാണ്. തിരുവനന്തപുരത്തെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാലയെക്കുറിച്ചും കേന്ദ്രം നൽകിയ വാദങ്ങളിലുണ്ട്. ഇത് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കാര്യമാണ്. ഉത്സവ സമയത്ത് സ്ത്രീകൾ ഒത്തുകൂടുന്ന ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. ദേവിയെ ആരാധിക്കുകയും നാരീപൂജ എന്ന ആചാരം വർഷം തോറും നടത്തുകയും ചെയ്യുന്ന ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ക്ഷേത്രം. ഇവിടെ ഡിസംബറിലെ ആദ്യ വെള്ളിയാഴ്ച 10 ദിവസം വ്രതമെടുക്കുന്ന സ്ത്രീഭക്തരുടെ പാദം പുരുഷ പൂജാരിമാർ കഴുകുന്നു. നാരീപൂജ സമയത്തും സ്ത്രീകൾക്ക് മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളൂ. കൊല്ലം ചവറയിലെ കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിൽ പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്ന ആചാരത്തെക്കുറിച്ചും പരാമർശമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇവിടുത്തെ ചമയവിളക്ക് ആചാരം. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പോലും ഇവിടെ ചമയവിളക്ക് എടുക്കാനെത്തുന്നു. രാജസ്ഥാൻ പുഷ്കറിലെ ബ്രഹ്മക്ഷേത്രം, കന്യാകുമാരിയിലെ ഭഗവതിമാ ക്ഷേത്രം, മുസാഫിർപൂർ മാതാക്ഷേത്രം, അസമിലെ കാമാഖ്യ ക്ഷേത്രം എന്നിവിടങ്ങളിലെ ആചാരങ്ങളും കേന്ദ്രം രേഖാമൂലം നൽകിയ വാദങ്ങളിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. സംസ്ഥാനത്ത് ഇടതുമുന്നണിക്ക് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. 3-ാം തവണയും LDF അധികാരത്തിൽ വരും. ജനങ്ങൾ കൂടുതലായി ബൂത്തിലേക്ക് എത്തുന്നത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നാണ് പ്രതീക്ഷയെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം വലിയ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നത്. ഇന്നിപ്പോ രാവിലെ മുതൽ എല്ലാ സ്ഥലത്തും നല്ല പോളിംഗ് ആണ് കാണാൻ കഴിയുന്നത്.
പരമാവധി വോട്ടർമാർ നേരിട്ട് വന്ന് വോട്ട് ചെയ്യുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി നല്ലൊരു ശതമാനം ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പല സ്ഥലത്തും ഈ വോട്ടിംഗ് മെഷീന്റെ പ്രശ്നമാണോ എന്നറിയില്ല, നീണ്ട ക്യൂ ആണ് കാണുന്നത്. വോട്ട് ചെയ്യാനുള്ള താമസം നേരിടുന്നു പല സ്ഥലത്തും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാലും ഇനിയും ധാരാളം ആളുകൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നല്ല തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വോട്ടെടുപ്പിന് ശേഷം കണക്കുകൂട്ടലിൽ മുന്നണികൾ. തുടർഭരണ പ്രതീക്ഷയിൽ LDF. 100 സീറ്റ് കിട്ടുമെന്ന വിലയിരുത്തലിൽ UDF. 3 സീറ്റിലെങ്കിലും വിജയം കൈവരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ NDA. തെരഞ്ഞെടുപ്പ് ദിവസം ഹരിതകർമ്മ സേനാംഗങ്ങളെ പോലീസ് വിരട്ടിയോടിച്ചതായി പരാതി. താമരക്കുളം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനൊരുങ്ങി ഹരിതകർമ്മ സേനാംഗങ്ങൾ. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിറങ്ങി. ആശങ്കയിൽ പ്രദേശവാസികൾ. അഞ്ചൽ ഫോറസ്റ്റ് പരിധിയിലാണ് കാട്ടുപോത്തിറങ്ങിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.